വ്യക്തികളുടെ കാര്യങ്ങൾ നമുക്ക് നല്ല ശാരീരികമായിട്ടുള്ള നല്ല വികാസം ഉണ്ടാകും, വളർച്ച ഉണ്ടാകും, മനസ്സിന് നല്ല വളർച്ച ഉണ്ടാകും, ബുദ്ധിക്ക് നല്ല തെളിച്ചം ഉണ്ടാകും. അപ്പോഴാണ് നല്ല മനുഷ്യരായിട്ട് മാറുന്നത്. ശരീരത്തിന് നല്ല വികാസം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നല്ല തടി വെക്കണം എന്നല്ല, ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവും. നല്ല ശരീരത്തിന് നല്ല ആരോഗ്യമുള്ള, മനസ്സിന് നല്ല ആരോഗ്യമുള്ള, ബുദ്ധിക്ക് നല്ല ആരോഗ്യമുള്ള ആളുകളാണ് നല്ല ആളുകൾ, നല്ല വ്യക്തികൾ, നല്ല മനുഷ്യർ. അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് ഇവിടെ നൽകുന്നത് ഈ 3 ദിവസം. അതിലൊന്നാണ് യോഗ എന്നുള്ള വിഷയം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമ്പാദിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം എന്താ? സമ്പാദിക്കേണ്ട ഒരു സമ്പത്ത്. ഒരു കാര്യം എന്താന്ന് പറയാമോ? എന്ത് സമ്പത്താണ് നമുക്ക് ഉണ്ടാവട്ടെ? നിങ്ങൾക്കൊക്കെ വേണ്ടത് എന്തൊക്കെയാ വേണ്ടത് പറയാമോ? ആരെങ്കിലും പറയാം. ഒരു കാര്യം എനിക്ക് വേണം. എന്താ വേണ്ടേ? നല്ല ഉൾപ്പെടുന്നത് വേണം. ആണോ? നമ്മൾ പറയും ധനസമ്പത്ത് വേണമെന്ന്. നമുക്ക് ധാരാളം പണം ഉണ്ടാവും, അതൊക്കെ ആവശ്യമാണ് ജീവിതത്തിൽ. പിന്നെയോ ക്ഷമയുണ്ടാവും. പിന്നെ വേറെന്താ ഉണ്ടാവണ്ടേ? നമുക്ക് ഭാഷ ഉണ്ടാവും. നമുക്ക് വേറെ ഉണ്ടാകുന്ന ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യം ഒരു സമ്പത്താണ്. ആരോഗ്യം ഉണ്ടാവും. നല്ല ആരോഗ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം നല്ല ആരോഗ്യം ഉണ്ടോ? ഞാൻ ഇരിക്കുന്നുണ്ടല്ലോ. ഞാനിപ്പോ അവിടെ ഇരുന്ന സമയത്ത് പത്രം വായിച്ചു. കേരള ഗവൺമെന്റ് പത്രം വായിച്ചത് അതിനകത്തെ പേര് നോക്കി ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങൾ ആരെങ്കിലും ഇന്നത്തെ പത്രത്തിന്റെ ഈ കഴിഞ്ഞ് ഇന്നത്തെ പത്രത്തിന്റെ അകത്തെ പേരില് നടുക്ക് എഴുതി വെച്ചിരിക്കുന്നത് വലിയ വാർത്ത. വായിച്ചു നോക്കണം, ഒന്ന് കണ്ടു നോക്കണം. എന്താ പറയുമോ? ഞാൻ ശരിക്കും കെട്ടിപ്പോയി. ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നില്ലായിരുന്നു വന്നത്. അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് വാർത്ത പറയാൻ തീരുമാനിച്ചു. അത്രയൊന്നും പറയുന്നില്ല. ഒറ്റ കാര്യമുള്ളൂ. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താ പറയുമോ? 9 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള അമിത വണ്ണമുള്ള കുട്ടികൾക്ക് 35% പേർക്കും ലിവർ സിറോസിസ് ഉണ്ട്. അതിനകത്ത് SST ആശുപത്രി 2020 മുതലുള്ള റിസർച്ചിൽ കണ്ട് വെച്ചിരിക്കുന്നു. അപ്പൊ നല്ല ആരോഗ്യം ഇല്ലെങ്കിൽ ഒരുപാട് രോഗങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് നല്ല ആരോഗ്യം ഉണ്ടാവണം. അപ്പൊ നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം എന്നുള്ള ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് ചെറിയ പരിശീലനം ചെയ്ത് നമുക്ക് 20 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. സമയം വേണം. അപ്പൊ അതുകൊണ്ട് നല്ല ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടേ? നല്ല ആരോഗ്യം വേണമെങ്കിൽ എന്താ വേണ്ടേ? നല്ല ആരോഗ്യം വേണമെങ്കിൽ നല്ല ആരോഗ്യം വേണമെങ്കിൽ ഒന്ന് നല്ല ആഹാരം, നല്ല ആഹാരം കഴിക്കണം. പിന്നെ നല്ല ആരോഗ്യം വേണം. നല്ല ആഹാരം എന്തൊക്കെയാണ് തന്നു തരും. പിന്നെ നല്ല ആരോഗ്യം വേണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ നല്ല ആനന്ദം, നല്ല ആനന്ദം, നല്ല ആനന്ദം ഉണ്ടെങ്കിൽ നല്ല അറിവുണ്ടാവും. അപ്പോഴാണ് നല്ല ആനന്ദം ഉണ്ടാവുന്നത്. നല്ല അറിവുണ്ടാവണമെങ്കിൽ നമ്മളെല്ലാവരും ഗുരുദേവനെ പഠിക്കണം. ഗുരുദേവൻ പഠിച്ചാൽ നല്ല അറിവുണ്ടാവും, നല്ല ആനന്ദം ഉണ്ടാവും. അപ്പൊ നല്ല ആരോഗ്യത്തിന് ഒന്നാമത് വേണ്ടത്
വ്യായാമം ആവശ്യമാണ്. അപ്പൊ നമുക്കെല്ലാം ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല വ്യായാമം ചെയ്യണം, എല്ലാ ദിവസവും ചെയ്യണം. അപ്പൊ ഇതിന് എല്ലാ ദിവസവും ഞാൻ വ്യായാമം ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവരെ കൈയ്യെടുത്തിട്ട് ആരില്ലേ? എല്ലാ ദിവസവും വ്യായാമം ചെയ്യാറുണ്ട്, സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട്, യോഗ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവരെ കൈയ്യെടുത്തിട്ട് ഇത്രയും പേരുള്ളോ? അപ്പൊ അതുകൊണ്ട് നാളെ മുതൽ നമുക്ക് എല്ലാ ദിവസവും വ്യായാമം ചെയ്യേണ്ട 2-3 കാര്യം പഠിപ്പിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കും. ഇനി എല്ലാ ദിവസവും വ്യായാമം ചെയ്യാൻ ഇല്ല, പക്ഷെ കളിക്കാൻ പോകാറുണ്ട്. അങ്ങനെയുള്ളവരെ കൈയ്യെടുത്തിട്ട് എത്രയും പേരുണ്ട്. ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, ബാഡ്മിന്റൺ കളിക്കും, സാറ്റ് കളിക്കും, അല്ലേ? കളിക്കുന്നവർ എല്ലാ ദിവസവും കളിക്കണം. അപ്പൊ നല്ല സന്തോഷം ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ശരീരത്തിന് വേണം. 3 കാര്യങ്ങൾ. അതിന് 2 കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ട് ചെറിയ വ്യായാമം, ചെറിയ കാര്യം നമുക്ക് പഠിക്കണം. അപ്പൊ 2 കാര്യത്തിൽ 1 കാര്യം എന്താണെന്നറിയോ? നമുക്ക് നമ്മുടെ ശരീരത്തിൽ നല്ല ആരോഗ്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ എഴുതുന്നില്ല, എന്നാൽ ശരിയാവും. അപ്പൊ നമുക്കെല്ലാവർക്കും ആരോഗ്യമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. റെഡിയല്ലേ? നല്ല ആരോഗ്യമുള്ളവർക്ക് ശരീരത്തിന് ചില കഴിവുകളുണ്ടാവും. അതിലൊരു കഴിവാണ് നമ്മുടെ പേശികൾക്ക് നല്ല ബലമുണ്ടോ ഇല്ലയോ എന്നാണ്. പേശിക്ക് നല്ല ബലം, നമ്മുടെ മസിൽസിനൊക്കെ നല്ല ബലമുണ്ടോ? മിനിമം ബലം എല്ലാവർക്കും വേണം. നമുക്ക് ബലമുണ്ടോ എന്ന് നോക്കുന്ന ഒരു ടെസ്റ്റ്. ആരാ വരുന്നത് ടെസ്റ്റ് ചെയ്യാനായിട്ട്? അവരാണ് പോലെ ആരെങ്കിലും ഒരാൾ ഒഴിവാ അടുത്തേക്ക് വിളിക്കാതെ അദ്ദേഹത്തിന് കയ്യിൽ കൊടുത്തേ. ആദിത്യം നടന്നേലെ ആരോഗ്യമുള്ള പോലെ. അപ്പൊ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ഒരു ടെസ്റ്റ് ഉണ്ട്. അതില് നല്ല പേശികൾക്ക് ബലമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ്. എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇവിടെ നമുക്ക് സമയമില്ല, സ്ഥലമില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യണം. വീട്ടിൽ തന്നെ ചെയ്ത് നോക്കിയിട്ട് നാളെ ഉത്തരം പറയണം. അപ്പൊ ഇന്ന് 2 ടെസ്റ്റ് നടത്തും. അപ്പൊ ആരോഗ്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഉപയോഗപ്പെടുത്താം. അപ്പൊ സാറേ ഇത് കൊണ്ടുവച്ചിട്ടില്ലേ? സുരേഷ് സാറുണ്ട്, സുരേഷ് ഫെർണാണ്ടസ് ഉണ്ടാവും. ആരോഗ്യം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് കുഴപ്പമില്ലല്ലോ. എവിടെ ഇവിടെ അപ്പൊ നമുക്ക് നോക്കാം. ആരോഗ്യമുണ്ടോ നോക്കട്ടെ. ഞാൻ കാണിച്ചത് എന്നിട്ട് ചെയ്താൽ മതി. കാത് ഇങ്ങനെ വെച്ച് എന്നിട്ട് ഇരിക്കണം. ഇങ്ങനെ ഇരിക്കുക. കൈ കുത്താതെ എഴുതേക്കണം. കൈ കുത്തി കൈ കുത്താതെ നോക്കട്ടെ. പേശികൾക്ക് ബലമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റാണ്. കാലിന്റെ പേശികൾക്ക് ബലമുണ്ടെങ്കിൽ ഒരു സാമാന്യമായ രീതിയിൽ ശരീരത്തിന് പേശികൾക്ക് ബലമുണ്ടെന്ന്. കൈ കുത്താതെ ഇരിക്കണം, എഴുതണം. കൈ കുത്താതെ ഇങ്ങനെ ഇരിക്കണം. കൈ കുത്താതെ എഴുന്നേക്കാൻ ആർക്കൊക്കെ പറ്റുമോ അവർക്ക് പേശികൾക്ക് ബലമുണ്ട്. അങ്ങനെ എഴുന്നേക്കാൻ പറ്റുന്നില്ലെങ്കിൽ പേശിക്ക് ബലം വർദ്ധിപ്പിക്കണം എന്നാണ്. മനസ്സിലായോ? ബുദ്ധിമുട്ടുന്നില്ല. ഓക്കെ. ഇനി ഒറ്റ കാര്യം കൂടെ ഉള്ളൂ. ഇനി അപ്പൊ നമുക്ക് ശരീരത്തിന് ആരോഗ്യം ഉണ്ടോ ഇല്ലെന്ന് അറിയാനുള്ള ഫസ്റ്റ് ടെസ്റ്റ് പേശികൾക്ക് ബലമുണ്ടോ എന്ന് നോക്കണം. ഇനി രണ്ടാമത് ബാലൻസ് ഉണ്ടോ നോക്കണം. ശരീരത്തിന് ബാലൻസ് ഉണ്ടോ?
എല്ലാവരും നല്ലൊരു കയ്യിലുണ്ട്. രണ്ട് വ്യായാമം നമുക്ക് ഇന്ന് ചെയ്തിട്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവരും എഴുതുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളില്ലേ, അതിലൊരു പ്രധാനപ്പെട്ട അവയവമാണ് ശ്വാസകോശം. ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? എവിടെ ഇരിക്കുന്നേ? വീഡിയോ എടുത്ത് പോകുന്നു. ശ്വാസകോശം എവിടെയാ? ആ, ഇവിടെ നെഞ്ചിന്റെ ഈ ഭാഗത്തുണ്ട് അല്ലേ ശ്വാസകോശം. ശ്വാസകോശം എങ്ങനെ ഇരിക്കുന്നേ? സ്പോഞ്ച് പോലെയാണ്. ശ്വാസകോശം നമ്മൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ സാധാരണ നമ്മൾ എല്ലാ ദിവസവും ശ്വാസം എടുക്കാറുണ്ടോ? എടുക്കാറുണ്ടോ? എങ്ങനെ എടുക്കുന്നത്? ഇങ്ങനെയാണോ എടുക്കുന്നത്? ആ, അങ്ങനെയല്ല. ശ്വാസം എടുക്കുന്നത് ഇങ്ങനെ വളരെ കുറച്ച് ശ്വാസമല്ല നമ്മൾ എടുക്കുന്നത്. പക്ഷെ എത്രയും ശ്വാസം എടുക്കാൻ നമുക്ക് പറ്റും. ഇത്രയും ശ്വാസം എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എടുക്കുന്നതല്ല, ഇത്രയല്ലേ എടുക്കുന്നത്, കുറച്ചല്ലേ എടുക്കുന്നത്. അങ്ങനെ കുറച്ച് 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 ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ശ്വാസകോശം വികസിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു 9 പ്രാവശ്യം ശ്വാസകോശം അതിന്റെ പരമാവധി വികസിപ്പിക്കണം. അപ്പോഴേ ശ്വാസകോശത്തിന് ആരോഗ്യം ഉണ്ടാകുന്നുള്ളൂ. മനസ്സിലായോ? അപ്പൊ എല്ലാ ദിവസവും ആരോഗ്യം കൊടുക്കണം. എല്ലാ ദിവസവും ശ്വാസകോശം നന്നായി ഒന്ന് വീർപ്പിക്കണം. വീർപ്പിക്കാമോ? അപ്പൊ നമുക്ക് വീർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. വളരെ എളുപ്പമാണ്. കാലിങ്ങനെ ചെരുപ്പൊക്കെ ഊരണം. ഇപ്പൊ ഊരണം, ഇന്ന് ഊരണം, വീട്ടിപ്പോ ഊരണം. കൈയ്യ് മുന്നിൽ കൊണ്ടുവരും. കൈ മുന്നിൽ കൊണ്ടുവരും. കണ്ണ് തുറന്നു വിളിക്കണം. കണ്ണ് തുറന്നു വിളിക്കണം. എന്നിട്ട് മുന്നിൽ ഒരു ബിന്ദുവിൽ നോക്കണം. മുന്നില് ഉള്ള ബിന്ദുവിനെയാണോ? ആ, ബിന്ദുവിനെയാണോ നോക്കണം? ബിന്ദു ഒരു പോയിന്റിൽ നോക്കണം. ബിന്ദു ആരൊക്കെയാ? കുറെ ബിന്ദുക്കളുണ്ട്. അപ്പോ എന്നിട്ട് നമുക്ക് ശ്വാസം എടുത്തുകൊണ്ട് കൈ ഇങ്ങനെ പുറത്ത് പിടിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് കൈ നേരെ ഉയർത്തണം. ഇപ്പൊ ചെയ്യണ്ട. ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തണം. ഉപ്പൂറ്റി താഴ്ത്തണം. എത്രയാണ്? കൈ ഇങ്ങനെ പുറത്ത് പിടിക്കും. എല്ലാവരും പുറത്ത് പിടിച്ച് കണ്ണ് തുറന്ന് ഒരു പോയിന്റ് നോക്കിക്കേ. ആ, പോയിന്റ് നോക്കുമ്പോ അവിടെ ഈച്ച ഇരിപ്പുണ്ട്. ആ ഈച്ച നോക്കരുത്. ഈച്ച നോക്കി ഈച്ച പറക്കുമ്പോ നമ്മൾ അപ്പൊ നേരെ ഒരു പോയിന്റ് നോക്കണം. കൈ പുറത്ത് പിടിച്ച് കണ്ണ് തുറന്ന് ഒരു പോയിന്റിൽ നോക്കി ദീർഘമായി ശ്വാസം എടുത്ത് കൈ ഉയർത്തി ഉപ്പൂറ്റി ഉയർത്തിക്കൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തി ഉപ്പൂറ്റി താഴ്ത്തി ഒന്നുകൂടി ചെയ്യാം. ദീർഘമായി ശ്വാസം എടുത്ത് സാവധാനം ശ്വാസം. ഒരു പ്രാവശ്യം ദീർഘമായി ശ്വാസം എടുക്കുക. സാവധാനം ശ്വാസം. അപ്പൊ ദീർഘമായി ശ്വാസം എടുക്കുമ്പോ ചില ആളുകളുടെ മുഖമെല്ലാം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. വലിച്ചു കേട്ടുന്നുണ്ട്. അങ്ങനെ വലിച്ചു കേട്ടല്ല, മുഖം ശാന്തമായിട്ട് ചിരിച്ചോണ്ട് ഇത് നിറച്ചെടുക്കണം. നിറച്ചെടുത്തിട്ട് പക്ഷെ നിറച്ചെടുക്കാൻ നിറച്ചെടുക്കും കുറച്ചുകൂടി ഇരിക്കട്ടെ. അങ്ങനെ ചെയ്യണം. നിറച്ചെടുക്ക, സാവധാനം ഒറ്റ പ്രാവശ്യം കൂടെ ചെയ്യും. കൈ പുറത്ത് പിടിക്കുക. കണ്ണ് തുറന്ന ഒരു പോയിന്റിൽ പോകും. ദീർഘമായി ശ്വാസം എടുക്കുക. സാവധാനം ഒരു പ്രാവശ്യം ദീർഘമായി ശ്വാസം. സാവധാനം
അപ്പോഴാണ് നമുക്ക് ആരോഗ്യം കൂടുതൽ ഉണ്ടാവുന്നത്. ശ്വാസകോശത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവും. ഈ ഒറ്റ കാര്യം കൂടിയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഹൃദയത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവും. ഹൃദയത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി രാവിലെ ചെയ്യേണ്ട ഒരു ചെറിയ പരിശീലനം, ചെറിയ കാര്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, നമ്മൾ നേരത്തെ ഇവിടെ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്യാം. ഇപ്പൊ ശ്വാസകോശം, പിന്നെ ഹൃദയത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവരും യെസ്. അപ്പൊ നമുക്ക് ചെയ്തെങ്കിൽ വളരെ എളുപ്പമാണ്. കൈ ഇതേപോലെ കൊണ്ടുവരും. എന്നിട്ട് ഞാൻ പറയുന്ന താളത്തിനനുസരിച്ച് കൈ ഒന്ന് അടിക്കണം. അത്രേ മനസ്സിലായോ? അപ്പൊ നോക്കാം. കണ്ണ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ റെഡിയല്ലേ? കൈയില്ല ഇതേപോലെ പിടിച്ച് 1 2 3 സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. ഇനി എഴുതണം. അവൻ കൈ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അടിക്കുന്നുണ്ടല്ലോ, കൈ ഇങ്ങനെ കയറി പോകരുത്, കയറി പോകരുത്. കൈ ഇങ്ങനെ കൊട്ടുവാണ്. ഇങ്ങനെ ക്ലോസ് ആയി നല്ല കൊട്ടുന്നത്. പിന്നെ കൈയുടെ എല്ലാ ഭാഗവും ചേർന്ന് കണ്ണ് അടയ്ക്കണം. കയ്യിൽ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന താളത്തിനനുസരിച്ച് കൊട്ടിയാൽ മതി. ഞാൻ പറയുന്നതനുസരിച്ച് കൊട്ടിയാൽ മതി. അപ്പൊ എല്ലാവരും കൈ പിടിച്ച് കണ്ണടച്ച് കൈകളിൽ ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ പറയുന്ന താളത്തിനനുസരിച്ച് കൈ കൊട്ടണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 ശരീരം അയഞ്ഞ് തളർന്ന് കണ്ണുകൾ തുറക്കണം. അപ്പൊ ഇപ്പൊ നമ്മള് അടിച്ചപ്പോ കുറെ വ്യത്യാസമുണ്ട്. എല്ലാവർക്കും വെളുവില്ലേ, ഉറന്നൊക്കെ പോയില്ലേ? അപ്പൊ കൈയുടെ തലത്തിന്റെ ഭാഗത്ത് നാഡീകോശങ്ങൾ കൂടുതൽ കേന്ദ്രീകരിച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ നന്നായിട്ട് സമ്മർദ്ദം കൊടുക്കുമ്പോൾ ശിരസിന്റെ കോശങ്ങൾ നല്ല ഉത്തേജിതമാണ്. രക്തപ്രവാഹം എല്ലാം കൂടും. ഹൃദയം മിടിക്കും. ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ഇരിക്കുക. കണ്ണടച്ചിരിക്കുക. ശബ്ദം ഉണ്ടാകാതെ കണ്ണടച്ച് ശാന്തമായിരിക്കും. ശബ്ദമുണ്ടാക്കരുത്. ചാരിയിരിക്കുക. എല്ലാവരും കണ്ണടച്ചിട്ടില്ലേ? കൈ തൊടയുടെ ഭാഗത്ത് കൈപ്പത്തി മലർത്തി സ്വസ്ഥമായിട്ടിരിക്കും. അതാണ് പറയുന്നത്. എല്ലാം കണ്ണടച്ച് ശരീരം ദീർഘമായി എടുക്കാവശ്യം ശ്വാസം എടുത്ത് ശ്വാസം എടുത്ത് ശരീരം അയച്ച് തളർത്തി മൂക്കിന്റെ ഭാഗത്തേക്ക് നാസികയുടെ അഗ്രത്തേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക. സാധാരണ
ശ്വാസത്തിൽ ശ്രദ്ധിക്കും. ശ്വാസത്തില് ശ്രദ്ധിക്കും. ശ്വാസം ഉള്ളിലേക്ക് വരുന്നതും പുറത്തേക്ക് പ്രവഹിക്കുന്നതും ശ്രദ്ധിക്കും. ശ്രദ്ധാപൂർവം നിരീക്ഷിക്കും. കണ്ണടഞ്ഞ് ശബ്ദമുണ്ടാക്കാതെ ദീർഘമായി ശ്വാസം എടുത്ത് ശ്വാസം വിടുമ്പോൾ എന്ന ശബ്ദം എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ ഉച്ചരിക്കുകയും ശബ്ദത്തിന്റെ സ്പന്ദനം അറിയുകയും ചെയ്യും. ഞാൻ പറയും ദീർഘമായി ശ്വാസം എടുത്ത് ഒരു പ്രാവശ്യം കൂടെ ശ്വാസം എടുത്ത് ഒരു പ്രാവശ്യം കൂടി ശ്വാസം എടുത്ത് ശാന്തമായി ഇരിക്കുക. ഇനി ശബ്ദം ഉണ്ടാക്കുക. സ്വസ്ഥമായി കൈകൾ കൂട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് സർവേശ്വരനെ നമസ്കരിക്കുക. കൈകൾ തമ്മിൽ നന്നായി കൂട്ടി ഉരസി കൈകൾ കൊണ്ട് മുഖത്തെ പേശികളിലൊന്ന് തലോടി ഉദരപേശികളിലൂടെ കൈകൾ തലോടി രണ്ട് കൈകളും മുന്നിൽ കൊണ്ടുവന്ന് കൈകളിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണുകൾ തുറന്ന് കൈകൾ താഴ്ത്തി ശാന്തമായി ഇരിക്കും. കണ്ണുകൾ തുറന്ന് എല്ലാവർക്കും നമസ്കാരം. കുറച്ച് സമയം ചെറിയ 2-3 കാര്യങ്ങളാണ് ഞാൻ. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ ബലം വേണം. ഇപ്പൊ ബലം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്കൊക്കെ പൊതുവെ ബലം കാണും. പക്ഷെ കുറച്ച് പ്രായം അങ്ങനെ ഇരിക്കാനോ എഴുന്നേക്കാനോ പറ്റാതെ വരും. അപ്പോ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു 6 മാസം മുഴുവൻ ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് കൈ കുത്താതെ ഇരിക്കാൻ പറ്റും, കൈ കുത്താതെ എഴുന്നേക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പേശികൾക്ക് ബലമുണ്ട്.